കൊല്ലം മൈനാഗപ്പള്ളി വാഹനാപകട കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെങ്കിലും ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ദിലീപ് ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ മൈനാഗപ്പള്ളിയിലെ വാഹനാപകട കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ഇത് എത്രത്തോളം നിർണായകമാകും? ഒപ്പം തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഇവരിൽ നിന്നും പോലീസിന് ശേഖരിക്കാനായത്? ദിലീപ്. ശ്രുതി, തുളസി, കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലുണ്ടായ അപകടത്തിൻ്റെ പ്രതികളുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയുമാണ് പ്രതികൾ. ഇവരുടെ പ്രധാനമായും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസിന് ഇവരുടെ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ സ്ഥലത്തെത്തിയുള്ള തെളിവെടുപ്പുമായിരുന്നു പോലീസിന് പ്രധാനമായി അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ. ഈ കാര്യത്തിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയ അതേ ദിവസം തന്നെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ സ്ഥലത്ത് അപകടം നടത്തിയ ആനൂർക്കാവിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് പരാജയപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം അവിടെ വലിയ ജനരോഷം ഉണ്ടായതിനെ തുടർന്ന് പ്രതികളെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. തുടർന്ന് പ്രതികളെ അവർ താമസിച്ച ഹോട്ടലിലും അതോടൊപ്പം തന്നെ ഇവർ രക്ഷപ്പെടാൻ ഒരു വീടിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി ഓടിയ ആ സ്ഥലത്തും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തി. ഈ അപകടം പറ്റിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധിച്ചില്ല. ഈ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ, കസ്റ്റഡിയിൽ വാങ്ങിയ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് രണ്ടുപേരെയും രണ്ടിടങ്ങളിലായിട്ടായിരുന്നു ചോദ്യം ചെയ്തത്. ഈ 2 മൊഴികളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ആദ്യം ശ്രീകുട്ടി പറഞ്ഞത് അപകടം പറ്റിയ ഉടൻ തന്നെ വാഹനം എടുത്തു പോകാൻ താൻ പറഞ്ഞിട്ടില്ല, വാഹനം നിർത്താനാണ് താൻ ആവശ്യപ്പെട്ടത്. പിന്നാലെ ആളുകൾ കൂടി വരുന്നതടക്കം കണ്ടിരുന്നു. അത് എന്തിനാണെന്നറിയില്ല, വാഹനത്തിനടിയിൽ ഒരാൾ പെട്ടതായിട്ട് അറിയില്ല എന്നാണ് ശ്രീകുട്ടി മൊഴിയിൽ. ഇതേ മൊഴി തന്നെയായിരുന്നു അജ്മലും നൽകിയത്. പക്ഷേ ശ്രീകുട്ടി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അജ്മൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം അജ്മൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കയ്യേറ്റം ചെയ്യാൻ വരികയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് താൻ വാഹനമെടുത്ത് പോയത്. തനിക്ക് ഈ വാഹനത്തിനടിയിൽ ഒരാൾ കിടക്കുന്നതായിട്ട് അറിയില്ലായിരുന്നു. രാത്രിയാണ് അപകടവും മരണവും എല്ലാം അറിഞ്ഞത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് അജ്മൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ഇവരുടെ ഈ അജ്മലിൻ്റെ പഴയകാല ചരിത്രങ്ങളടക്കം എടുത്തു വന്നു. അതായത് ചന്ദന കേസ് അതുപോലെ ചീറ്റിംഗ് കേസ്, മറ്റ് കേസുകളെല്ലാം തന്നെ എടുത്തു വന്നു. ഈ ശ്രീകുട്ടിയുടെ ബിരുദം MBBS ബിരുദത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് പോലീസ് ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. എന്തായാലും തിരുവോണ നാളിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു അപകടമാണ്, മനസാക്ഷിയില്ലാത്ത ഒരു അപകടമായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തുകയും ആ വാഹനം കയറ്റിയിരിക്കിയ ശേഷം നിർത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ ഈ പ്രതികളാണ് അതിലാണ് കുഞ്ഞുമോൾ, മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോൾ മരിക്കുകയും ചെയ്തു. ഈ വാഹനം നിർത്താൻ താൻ ആവശ്യപ്പെട്ടു എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. പക്ഷേ ശ്രീകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അജ്മലും പറയുന്നത്. തുളസി, ശ്രുതി. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.